ക്യാൻസർ മാറുമെന്നുള്ള ഉറപ്പാണോ? ക്യാൻസർ മാറുമെന്ന് ഉറപ്പല്ല ഈ നിൽക്കുന്നതൊക്കെ. ഇവരൊക്കെ ക്യാൻസർ 100% മാറും. ലോകത്ത് അന്നും ഇന്നും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു രോഗമാണ് അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്നുള്ളത്, അല്ലേ? എന്നാൽ ക്യാൻസർ ഇത്ര സിമ്പിൾ ആണ് എന്ന് ചിലരൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് വടകരയിലാണ്. ഹരിതാമൃതം എന്നൊരു പരിപാടിക്കിടയിലാണ് നമ്മളിപ്പോൾ. അതെ, വളരെ സന്തോഷം ജനിപ്പിക്കുന്നു. അതായത് ക്യാൻസറിന് പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ പല തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ക്യാൻസറിന് ഇന്നും മരുന്നുണ്ടോ എന്നുള്ളതാണ് പലരുടെയും ആശങ്ക. പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു മാരകമായ രോഗമാണ്, ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിൽ പല ഉദാഹരണങ്ങളും അവരുടെ ഇടയിൽ ഉണ്ട് താനും. പക്ഷേ ഇത് സിമ്പിളായി മാറിയ ചിലരെയാണ് നമ്മളിപ്പോൾ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി കാണുന്നത്. എല്ലാവരും ഒന്ന് ചിരിവർ എല്ലാവരും ഇദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, ഇദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നവർ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അതും ഇവരുടെ 4th സ്റ്റേജിൽ പോലും അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരിക്കാം നമുക്ക്. പക്ഷേ ഇദ്ദേഹം എന്ന തങ്കച്ചൻ വൈദ്യർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായ കാര്യമല്ല, അല്ലേ? ഒരത്ഭുതവും ഇല്ല. അതായത് ക്യാൻസർ മാറുമെന്നുള്ള ഉറപ്പാണോ? ക്യാൻസർ മാറുമെന്ന് ഉറപ്പല്ല ഈ നിൽക്കുന്നതൊക്കെ. ഇവരൊക്കെ ക്യാൻസർ 100% മാറും. നിരവധി അനുഭവസ്ഥരാണ്. ഓരോ ആൾക്കാർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും. ഒരാൾ വളരെ കൂളായിട്ട് നിൽക്കുകയാണ്, ക്യാൻസറൊക്കെ വന്ന് സുഖമായിട്ട് പോയി, അന്ന് ഒരു കാര്യമേ അല്ല, തങ്കച്ചൻ വൈദ്യുണ്ടെങ്കിൽ ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാർക്കും. ആദ്യം ഇതിന്റെ മരുന്ന് കൂട്ടങ്ങളെയൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തങ്കച്ചൻ വൈദ്യറിന് നിരവധിയുണ്ട് കാര്യങ്ങൾ. അപ്പോഴും ആദ്യം ഇത് എങ്ങനെയാണ്, ഇവരുടെ അനുഭവങ്ങളാണ് ആദ്യം അറിയേണ്ടത്. എപ്പോഴാണ് ക്യാൻസർ വരുന്നത്, എങ്ങനെയാണ് തങ്കച്ചൻ വൈദ്യരുമായി ബന്ധപ്പെടുന്നതെന്ന് വിവരിക്കാം. പേര്? എൻ്റെ പേര് ഷീജ. ഞാൻ കുവൈത്തിൽ 2 വർഷം നിന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങോട്ട് മടങ്ങുന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ സുഖമില്ലാതെ വന്നത്. അതിന് ശേഷം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു. 2-3 മാസത്തോളം കാണിച്ചു, എനിക്കൊരു ഫലം കണ്ടില്ല. അതിന് ശേഷമാണ് ഈ TV-യിൽ ഇതിൽ തങ്കച്ചൻ വൈദ്യരെ പറ്റി കാണുന്നത്. സാധാരണ തരത്തിലുള്ള അലോപ്പതി ചികിത്സയാണ് ആദ്യം ചെയ്തിരുന്നത്, അല്ല ഇംഗ്ലീഷ് മരുന്നുകളാണ് ചെയ്തിരുന്നത്? ആദ്യം ഇംഗ്ലീഷ് മരുന്നായിരുന്നു ചെയ്തിരുന്നത്. അതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം വന്നു. എവിടെയായിരുന്നു ക്യാൻസർ ആയിരുന്നത്? പിന്നെ ആമാശയത്തിലായിരുന്നു ക്യാൻസർ. വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു? വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല. എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ഛർദി. ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് ഇംഗ്ലീഷ് മരുന്ന് തന്ന ഡോക്ടർ പറയുന്നു. കീമോ ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് തളർച്ച വന്നു. അതിന് ശേഷമാണ് ഞാൻ തങ്കച്ചൻ വൈദ്യരുടെ അടുത്ത് വന്ന് മരുന്ന് കുടിച്ചത്. അതിന് ശേഷം എനിക്ക് പിന്നെ 2-3 മാസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നു. അതായത് ക്യാൻസർ മാറി എന്നുള്ളതാണോ? എനിക്കിപ്പോൾ ക്യാൻസർ എന്നുള്ളൊരു രോഗം ഇല്ല. ഞാൻ സാധാരണ വന്നു. അത് മെഡിക്കലി റിപ്പോർട്ട് കിട്ടിയോ കയ്യില്? റിപ്പോർട്ട് കിട്ടിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണം അതിൽ മനസ്സിലാക്കി. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നു? ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്. ആരോടാണ് നന്ദി പറയേണ്ടത്? നന്ദി പറയുന്നു വൈദ്യരോട് നന്ദി പറയുന്നു. ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? എത്ര മക്കളുണ്ട്? 2 ആള്. ഞങ്ങൾ വന്നപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചേച്ചി, അല്ല ഷീജ എന്നാണല്ലേ പേര്, ചേച്ചി നമ്മളോട് സംസാരിച്ചത്. അതായത് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്രതീക്ഷിതമായൊരു സമയത്താണ് ഒരു വീട്ടമ്മ കൂടിയായ ഷീജയ്ക്ക് ഇത്തരത്തിലൊരു ക്യാൻസർ എന്ന രോഗം വരുന്നത്. ആ സമയത്ത് എത്രത്തോളം വിഷമകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആൾ പോയത് എന്നുള്ളത് ആളുടെ കണ്ണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും വളരെ വിഷമകരമായ സാഹചര്യത്തിലൂടെ പോയ വ്യക്തിയാണ്. അതിനുശേഷം തങ്കച്ചൻ ഡോക്ടറിനെ കാണുന്നു, അത് ഭേദമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പോലെ തന്നെ നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഞാൻ തങ്കച്ചൻ ഡോക്ടറിലേക്ക് പോവുകയാണ്. ക്യാൻസർ ഒരു മാരക രോഗമാണ്? ക്യാൻസർ ഒരിക്കലും മാരക രോഗമല്ല. ക്യാൻസർ പൂർണ്ണമായി ഭേദമാകുന്ന രോഗമാണ്. ക്യാൻസർ എന്നത് ഒരു ബയോപ്സി ചെയ്തതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇനി ജീവിതമില്ല എന്ന് വിചാരിക്കുന്നവരാണ് പലരും, നമ്മുടെ സമൂഹത്തിൽ പലരും. ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു സംസ്ഥാനമായി പോലും കേരളം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രതീക്ഷ നൽകാൻ തങ്കച്ചൻ വൈദ്യർക്ക് കഴിയും എന്ന് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഞാൻ പറയുന്ന ആഹാര രീതിയിലൂടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ പറയുന്നില്ല 3 മാസം കൊണ്ട് അവർക്ക് സൗഖ്യമായി, 6 മാസം കൊണ്ട് സുഖപ്പെട്ടു. എന്നെ കേട്ട് മരുന്ന് കഴിച്ചാലും സുഖപ്പെട്ടു. അപ്പം പിന്നെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മരുന്ന് അതുപോലെ ചെയ്തപ്പോൾ ആ ചേച്ചി സുഖപ്പെട്ട് കഴിഞ്ഞു. അപ്പം കൃത്യമായിട്ട് കറക്റ്റായി ഭക്ഷണം കഴിക്കുകയും കറക്റ്റായിട്ട് പഥ്യം നോക്കുകയും ചെയ്താൽ വെറും നിസ്സാരമായിട്ട് സുഖപ്പെടുന്ന രോഗമാണ് ക്യാൻസർ. അതിനെ ഭയങ്കര
ഗംഭീരമാക്കുന്നത് വേറെ കാര്യങ്ങൾ. ഈ അലോപ്പതി കൊണ്ട് അല്ലെങ്കിൽ ഒരു കീമോ ചെയ്യുന്നതിനപ്പുറം ഇത് ക്യാൻസർ അവിടെ പൂർണ്ണമായി സുഖമാകുന്നത് നമ്മൾ ഇതുവരെയും കേട്ട ചരിത്രം വളരെ കുറവാണ്. കീമോ ചെയ്ത് അതിനെ അർബുദം ബാധിച്ച ഭാഗത്തെ എടുത്തു കളയുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ സ്വാഭാവികമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റും അലോപ്പതിയിൽ നടക്കുന്നില്ല. എങ്ങനെയാണ് ഈ അർബുദബാധിതമായ ഒരു സ്ഥലം ഇത്തരത്തിൽ കരിച്ചു കളയാതെ തന്നെ അതിനെ ഭേദപ്പെടുത്താൻ സാധിക്കുക? അതായത് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക, ശരീരം ശുദ്ധീകരിക്കുക. അപ്പോൾ ക്യാൻസർ കോശങ്ങൾ സാധാരണ കോശങ്ങളായിട്ട് മാറും. അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ക്യാൻസർ കോശങ്ങളെ സാധാരണ കോശങ്ങളാക്കി മാറ്റുക. അത് ഫുഡ് സപ്ലിമെന്റിലൂടെയാണോ സാധിക്കുക? ഫുഡ് സപ്ലിമെന്റും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മരുന്നുകളും. അർബുദനാശിനി എന്ന് പറയുന്ന ഈ മരുന്നാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ. ഇത് എവിടെ നിന്ന് ലഭിക്കുന്നതാണ്? ഇത് നമ്മൾ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. യുഗോസ്ലോവാക്യയാണ്. ഞാൻ നെറ്റിലൊക്കെ നോക്കുമ്പം ഇത് മറ്റ് സ്ഥലത്ത് ജന്മദേശം. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലത്തും പണ്ടുണ്ടായിരുന്ന മഹർഷിമാരും മറ്റുമൊക്കെ ഈ ചെടി ഉപയോഗിച്ചിരുന്നു. പക്ഷേ അവർ പിന്നെ നട്ടുവെച്ചില്ല. രണ്ടാമത് ഇത് എല്ലാ പക്ഷികളും മൃഗങ്ങളും ഇത് ഉപയോഗിക്കും, തിന്നും. അതുകൊണ്ട് തന്നെ ചെയ്ത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കൂടുതൽ കാത്തു നോക്കും. നമ്മുടെ നാട്ടിൽ വളരുന്നതാണ്. ആയിരക്കണക്കിന് ചോടുകൾ ഇപ്പോൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സാധനം ഇതെടുത്തിട്ടാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ സുഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അലോപ്പതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. നിരവധി വിമർശനങ്ങൾ പാരമ്പര്യ ചികിത്സക്കെതിരെ ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഇരിക്കുന്ന വെച്ചാൽ അലോപ്പതിയിലോട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വരുന്നു. ഡോക്ടർമാർ ഉൾപ്പെടെ വരുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, അവർ പോകുന്നു. അതായത് ക്യാൻസർ ബാധിച്ച ഡോക്ടർമാർ ഉൾപ്പെടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതെ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദേശികളൊക്കെ വരുന്നുണ്ട്. അതെ, USA എന്നൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തെങ്കിലും അങ്ങയുടെ മരുന്നുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ ആദ്യമായി ഗവേഷണം ചെയ്ത് ഇതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തുന്നത് അങ്ങാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗവേഷണ താല്പര്യം? ഞാനിത് ഗവേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്വയം ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നിട്ട് ചോദിച്ചു, ഞാൻ കൊടുത്തു. പരിയാരം മെഡിക്കൽ കോളേജിലെ MPharm പഠിക്കുന്ന കുട്ടികൾ വന്ന് ചോദിച്ചു, അവർക്ക് കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂണിവേഴ്സിറ്റി ചുകാരി അവർക്ക് കൊടുത്തു. ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കാതലിക് റിസർച്ച് സെൻ്ററുകാർ വന്നു, അവർക്ക് കൊടുത്തു. അങ്ങനെ ജർമ്മനിയിൽ നിന്ന് അന്തേരി എന്ന പ്രൊജക്ട് അവർക്ക് കൊടുത്തു. അങ്ങനെ ലോകം മുഴുവൻ വരുന്നവർക്കൊക്കെ ഞാനിത് കൊടുക്കുവാണ്. നിങ്ങൾ കണ്ടുപിടിച്ചു. തീർച്ചയായും ഒരു അനുഭവസ്ഥയിലേക്കൂടെ പോവാണ്. ആന്റിയുടെ പേരെന്താണ്? എൻ്റെ പേര് ശാന്ത. ആന്റി ഇത്ര സന്തോഷവതിയായിരിക്കുന്നത് ഒരു തവണ ക്യാൻസർ വന്നു പോയ ആളാണ്. അപ്പോൾ അത്രയും വളരെ സന്തോഷത്തോടെ നമ്മൾ വന്ന സമയം തൊട്ടേ ആള് ഭയങ്കര കൂളാണ്, ഭയങ്കര സന്തോഷവതിയാണ്. എന്താണ് അതിന്റെ പിന്നിലെ രഹസ്യം? ഇതിന്റെ പിന്നിൽ എൻ്റെ രഹസ്യം എൻ്റെ ജീവിതമാണ്. ഞാൻ റിസൾട്ട് എൻ്റെ ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു പോയി. ഞാൻ വണ്ടിയെല്ലാം ഓടിക്കുന്ന നല്ലൊരു കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ കൃഷി ചെയ്തുകൊണ്ടേ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡോക്ടർമാരായിട്ടെല്ലാം ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ ഓരോ ചെന്നപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് അവർ കണ്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാം, പൈസ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ടെസ്റ്റിന് കൊടുത്ത് വന്ന അന്ന് എൻ്റെ ഭർത്താവിനോട് ഈ കാര്യം പറഞ്ഞ ഉടനെ എന്തായിരുന്നു ആന്റിയുടെ അസുഖം? എനിക്കൊരു ചെറിയ മൂത്രസഞ്ചിന്റെ അടിയിലാണെന്നാണ്. പിന്നെ ക്യാൻസറസ് ആയിട്ടുള്ള മുഴയൊന്നുമില്ല, ഒരു ശിഷ്ട ഒരു സ്പോഞ്ച് പോലെ ഒരു അതാണ് വേസ്റ്റ് വന്നതാണെന്നല്ല ഡോക്ടർമാർ പറഞ്ഞത്. അതൊന്നും നമ്മൾ ക്യാൻസറസ് ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ച് അത് ഇപ്പം നമ്മൾ ടെസ്റ്റിന് കൊടുത്ത ഉടനെ നമ്മൾ സാറിന്റെ വീഡിയോ ഇട്ട് എൻ്റെ ഭർത്താവ് കണ്ട് തങ്കച്ചൻ ഡോക്ടറുടെ വൈദ്യരുടെ വീഡിയോ കണ്ട് അതിൽ ഉപയോഗിച്ചു എന്നുള്ളത്. അന്ന് തന്നെ ഞാൻ ഇത് തുടങ്ങി. ഫോക്കസ് ചാനൽ ഒരിക്കലും ഇക്കാര്യം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവർ ചെയ്തതാണ്. അത് ഞങ്ങളുടെ റെക്കമെൻഡേഷനെ അല്ല ഒരിക്കലും. ഒരു ജീവൻ സാറ് എനിക്ക് വാഗ്ദാനം ചെയ്ത എൻ്റെ ഈ വീഡിയോ എൻ്റെ ഭർത്താവ് കണ്ടുകൊണ്ട് ഞാൻ ഇന്നും ആരോഗ്യവതിയും ഞാൻ 5 കൊല്ലം മുമ്പേ ചെയ്യുന്നതിലും കൃഷിയും ചെയ്തിട്ട് ഞാൻ ജീവിച്ച് ഇപ്പം ഇവിടെ നിൽക്കുക. അതിലും ജോലി ഞാൻ ചെയ്യുന്ന അത് ജീവൻ്റെ ഉത്തരവാദി സാറാണ്. ഓക്കെ, ഇതെന്തായാലും ഞങ്ങളിതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ആൻറ്റി പറയുന്നത് അവരുടെ വിശ്വാസമാണ്. അതായത് മൂത്രസഞ്ചിയിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു എന്തോ കണ്ടതായി ഡോക്ടർ പറയുന്നു. അങ്ങനെ അത് ക്യാൻസറസ് ആണെന്ന് തെളിയിക്കപ്പെടുന്നു. അതിനുശേഷം തങ്കച്ചൻ വൈദ്യരുടെ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് വെള്ളം കുടിച്ചല്ലേ? വെള്ളം കുടിച്ച് അത് കഴിക്കേണ്ട രീതി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്തു. പൂർണ്ണമായും മാറി എന്ന് പറയുന്നു. അതിനുശേഷമുള്ള മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ഒരു കുഴപ്പമില്ല. എന്നോട് പലവട്ടം ചോദിച്ചു എന്താണ് കഴിക്കുന്നത്, എന്താണ് ഈ രോഗി കഴിക്കുന്നത്. എന്നെ ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ പറയും ഇന്ന് വൈദ്യരോട് ഇനി ഇപ്പം മാർച്ച് 11 എനിക്ക് ആദ്യം
ബേബി മെമ്മോറിയം തിരിച്ചും മറിച്ചും ചോദിച്ചു എന്താണ് കഴിച്ചത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇത് കാണുന്നവർ ആ രീതിയിൽ തന്നെ എടുക്കുക. ഇനി മറ്റൊരു രോഗിയിലേക്ക് കൂടെ പോവുകയാണ്. പേരെന്താണ്? അതില്ല. എത്ര വയസ്സുണ്ട്? 25 വയസ്സുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? കഴുത്തിന് ഒരു വേദന വന്നു, പിന്നെ അത് മുഴ പോലെയായി. ഞാൻ ഞങ്ങൾ KMCT കാണിച്ചു. അപ്പോൾ അവരിൽ നിന്ന് സർജറി ചെയ്തിട്ട് നമുക്ക് നോക്കാം ബയോപ്സി ചെയ്തിട്ട് എന്താണെന്ന്. അങ്ങനെ ഞങ്ങളവിടെ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇതാണോ എന്ന്. നിങ്ങൾ എന്തായാലും ഒന്നെങ്കിൽ MVRലേക്ക് അല്ലല്ല ഇവിടെ പിന്നെ MVRലോ അല്ലെങ്കിൽ വേറെ ഏതോ ക്യാൻസർ സെൻറ്ററിൽ പോയിട്ട് ഈ സ്ലൈഡ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് തലശ്ശേരി പോയി ഞങ്ങൾ ചെയ്തപ്പോൾ അത് കറക്റ്റാണ്, ലിംഫോമ, ഹോട്ട്സ്കിൻ ലിംഫോമ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പം തന്നെ അവർ പറഞ്ഞു മറ്റേ പിന്നെ ബോൺ മാരോ ചെയ്യണം, പിന്നെ റേഡിയേഷൻ വേഗം തുടങ്ങണം. അപ്പം അച്ഛൻ പിന്നെ യൂട്യൂബിൽ അങ്ങ് കണ്ട് ഇതുപോലെ അപ്പം ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ മറ്റേ റേഡിയേഷനൊക്കെ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു റേഡിയേഷനോ കീമോയോ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, പെറ്റ് സ്കാൻ മാത്രം എടുത്തു എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അന്ന് ഇറങ്ങിയതാ ഫെബ്രുവരി. ഏത് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം പോയിരുന്നത്? KMCT, മുക്കം KMCT. 2022 ഫെബ്രുവരി 5-ാം തീയതി അറിഞ്ഞു. 8-ാം തീയതി അപ്പോൾ ഞങ്ങൾ തങ്കച്ചൻ വൈദ്യരെടുത്ത് വന്നു. ഓക്കെ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഭയങ്കര ഉറങ്ങാനൊന്നും പറ്റൂല. എനിക്ക് രാത്രിയാകുമ്പോൾ തീരെ ഉറങ്ങാൻ പറ്റില്ല, വേദന. ഒരു വർഷം തങ്കച്ചൻ വൈദ്യരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഒരു വർഷം ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പൊ പൂർണ്ണമായും മാറി. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു 125 ചെയ്തപ്പോൾ ഇപ്പൊ നോർമലാ. ഇത് ഏത് ഡോക്ടറാണ്? ഈ അലോപ്പതി ഡോക്ടർ തന്നെയാണ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത്? അത് ഞങ്ങൾ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഏതെങ്കിലും ഡോക്ടേഴ്സിനെ സമീപിച്ചിരുന്നു? കാണിച്ചില്ല. അതിൽ തന്നെ ലാബിൽ തന്നെ അവർ പറഞ്ഞു ഇപ്പൊ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തിലാണ്. അപ്പൊ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് പോയിട്ടുണ്ട് അല്ലെ? വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അല്ലേ? വളരെ എന്താണ് സന്തോഷം തോന്നുന്നു അല്ലേ? പലരും കുടുംബാംഗങ്ങളെ കണ്ട പോലെയാണ് തങ്കച്ചൻ വൈദ്യരെ എപ്പോഴും കാണുന്നത്, ഇഷ്ടപ്പെടുന്നത്. തങ്കച്ചൻ വൈദ്യർ ഒപ്പം കരയുന്നുണ്ട് അവരോടൊപ്പം. എന്തായാലും എങ്ങനെയാണ് ഇത്രത്തോളം രോഗികളിലേക്ക് ഇത് എത്തിയിട്ടും നമ്മുടെ ഒരു ഗവൺമെന്റ് സംവിധാനം ഇതിനെ അംഗീകരിക്കുന്ന തലത്തിലോട്ട് എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഗവൺമെന്റ് സംവിധാനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൊറോണ ടൈമിൽ നമ്മുടെ കേരളത്തിലെ പോലീസ്, ഹൈവേ പോലീസ്, നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ മറ്റേ നമ്മുടെ ഫയർഫോഴ്സുകാർ എല്ലാം നിരന്തരം നമ്മുടെ മരുന്ന്, ക്യാൻസറിൻ്റെ മരുന്ന് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ഏകദേശം സ്ഥലത്ത് എത്തിച്ചത് മുഴുവൻ നമ്മളുടെ ഫയർഫോഴ്സും പോലീസുമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം തന്നെയാണ്. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ നേരിട്ട് ആൾ വന്നാണ് മരുന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡുള്ള മിനിസ്റ്ററൊക്കെ അവരുടെ വണ്ടിക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കുക സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ വളരെ ശക്തമായ സപ്പോർട്ടാണ് നമുക്കുണ്ടായത്. അപ്പം ഗവൺമെൻറ് ഭാഗത്തു തന്നെയാണല്ലോ സപ്പോർട്ട് വന്നത്. അങ്ങനെ വന്നു. പക്ഷേ ലീഗലായിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു. ലീഗൽ ബേസിൽ ഒരു പാരമ്പര്യ വൈദ്യനെ ഇന്ത്യയിൽ ചികിത്സിക്കാമോ ഇല്ലയോ എന്നുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള പേപ്പറുകൾ ഞാൻ എടുത്തു. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് വരെ പാരമ്പര്യ വൈദ്യനെതിരായ ഒരു നിയമവും പാസ്സായിട്ടില്ല, അനുകൂലമായിട്ടുമില്ല. തൽസ്ഥിതി ഇന്നും തുടരുന്നു. അതിനുശേഷമാണ് WHO 147 രാജ്യങ്ങളിൽ പാരമ്പര്യ വൈദ്യം നിരോധിക്കാൻ പാടില്ല എന്ന് ഓർഡർ വരികയും ഗുജറാത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പാരമ്പര്യവൈദ്യത്തിൻ്റെ ഹമ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു വർഷം കണ്ടിരിക്കും. ചൈന പുതിയ നിയമം പാസ്സാക്കി പാരമ്പര്യവൈദ്യത്തിനെതിരെ സംസാരിക്കുന്നയാളിന് തടവ് ശിക്ഷയാണ് 12 വർഷം. ഇങ്ങനെയൊക്കെ ഏകദേശം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. നമ്മുടെ പാരമ്പര്യ ചികിത്സയിലാണ് യഥാർത്ഥ അടിസ്ഥാനം എന്ന തരത്തിലോട്ട് ഗവൺമെന്റ് സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് USA നിന്ന് 2 പേര് ഇപ്പോൾ ശാസ്ത്രജ്ഞരാണ്. അവരുടെ ഗവേഷണങ്ങൾ വളരെ കാലം നടത്തിക്കൊണ്ടിരുന്നവരാണ് ക്യാൻസറിനെ കുറിച്ച് തന്നെ. അവർ ക്യാൻസർ വന്നപ്പോൾ അവർ നേരെ വന്ന് എൻ്റെ ഇരിക്കലാണ്. അവർ 2 പേരും സുഖപ്പെട്ടിരിക്കുന്നു. അങ്ങേക്ക് ഈ അറിവുകൾ എവിടെ നിന്നാണ്? എങ്ങനെ പറയും? പാരമ്പര്യവും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പുസ്തകങ്ങൾ, പാരമ്പര്യം നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന് അങ്ങനെ കിട്ടിയ എല്ലാ ഭാഗങ്ങളും ശേഖരിച്ചു. ഏകദേശം 40-50 വർഷത്തെയാണ്. 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് 10 വയസ്സുള്ളപ്പം നമ്മൾ കർണന്മാരുടെ കൂടെ ഈ മരുന്നൊക്കെ ഉണ്ടാക്കുകയും പറിക്കുകയും കൃഷിയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം മരുന്ന് കിട്ടാത്ത സാഹചര്യം വന്നു, മരുന്ന് പോർഷെന്ന് പറിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോൾ നമ്മൾ മരുന്ന് കൂടുതൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത്രയും മരുന്നുകൾ കൃഷി ചെയ്തത്. ഇത് കേരളത്തിൽ തന്നെ കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ കൊണ്ട് തന്നെയാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മുടെ നാട്ടിലും പറമ്പിലും ഒക്കെ കാണുന്നത് കേരളത്തിൽ നിന്ന് തന്നെയല്ല, നമ്മൾ തമിഴ്നാട്, കർണാടകം, ഗോവ, പിന്നെ ആന്ധ്രാപ്രദേശ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു.
പിന്നെ നൈജീരിയയിൽ നിന്ന് കൊണ്ടുവന്ന നൈജീരിയൻ പച്ച ഉൾപ്പെടെയുള്ള സംഗതി ഞാൻ പറയില്ല, യുഗോസ്ലോവാക്കിയാണ് അർബുദനാശിനിയുടെ എന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മുടെ വല്യപ്പന്മാർ മുതൽ സൂക്ഷിച്ചു വന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ പല ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മരുന്ന് ശേഖരിച്ചാണ് നമ്മളിപ്പം ഈ മരുന്നുകൾ ഏകദേശം 2500 ഇനം ചെടികളിപ്പം നമുക്കുണ്ട്. അടുത്ത ദിവസം CP അവർ നമ്മുടെ തോട്ടം ഒന്ന് കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം വിളിക്കുന്ന മാഡത്തിനോട് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു, സാർ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ഇവിടെ ഒരു ഔഷധ പ്രപഞ്ചമാണ്, ഇവിടെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, ഒന്നും അറിയത്തില്ല. കാരണം അവർ വന്ന ഇതിനകത്ത് ഞെട്ടിപ്പോയി. അപ്പോൾ ആദ്യമായിട്ടാണ് പീലിക്കോട് കാർഷിക സർവകലാശാല എന്നൊരാളെന്ന് അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ചെടി ഏതാ വേണ്ടെന്ന് ഞാൻ ചോദിച്ചു. വളരെ അപൂർവമായ കറുത്ത കറ്റാർവാഴ നമ്മൾ ക്യാൻസറിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഔഷധമാണ്. അതിലൊരു ചൂടൊക്കെ ഞാൻ കൊടുത്തവർക്ക് അങ്ങനെ കൊടുത്ത് വിട്ടു. ഞാൻ പറഞ്ഞു ഇതിന് ക്യാൻസറിന് മാത്രമാണ്. കാരണം ഞങ്ങൾ വന്നപ്പോൾ മറ്റു പല രോഗികളും ഇത്തരത്തിൽ ചികിത്സയിലൂടെ രക്ഷപ്പെട്ട രോഗികളൊക്കെ വന്ന് പറയുന്നുണ്ട്. ഒരാള് അതിനൊരാൾ പേരെന്താ? എൻ്റെ പേര് അജിത. എന്തായിരുന്നു അസുഖം? എനിക്ക് നട്ടെല്ലിന് ബ്ലോക്കും ഡിസ്കിന് കംപ്ലൈൻറ്റും ആയിരുന്നു. അപ്പോൾ 3 മാസത്തോളം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു, കിടക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥ. തങ്കച്ചൻ വൈദ്യരെ കാണിച്ച് മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായി ഞാൻ നടക്കാനും എവിടെ പോകാനും ഇപ്പം എന്ത് ചെയ്യും ജോലി ചെയ്യാനും എല്ലാം ആശുപത്രിയിൽ കാണിച്ചിരുന്നു? ഏതെങ്കിലും ആശുപത്രിയിൽ കാണിച്ചിരുന്നു. അപ്പോൾ പക്ഷേ മരുന്നെടുത്തില്ല, സ്കാനിങ് മാത്രം ചെയ്തു. സ്കാനിങ്ങിലാണ് റിപ്പോർട്ട് കണ്ടത് ബ്ലോക്കാണെന്ന്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഓപ്പറേഷൻ ചെയ്യാതെ വൈദ്യരെടുക്കാൻ വന്ന് മരുന്ന് കാണിച്ചു, കുടിച്ചതിന് ശേഷം കുറേ ഭേദമായി. സന്തോഷമാണ് ഇപ്പോഴും. ഓക്കെ, എന്തായാലും നിരവധി പേരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലേ അനുഭവസ്ഥരായി വരുന്നത്. ഞാൻ നട്ടലിന്റെ നടുവിന്റെ കാര്യം ഞാൻ പറയാം. നടുവിന്റെ ഡിസ്ക് മാറി നിന്നാൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് ശരിയാക്കി വിടാം. ഞാൻ ഒരുപാട് ആളുകളെ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തോള് 4 വർഷം 5 വർഷം കൈ പൊക്കാൻ കഴിയാഞ്ഞൊരു കൊച്ചല്ലേ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഡോക്ടർ കൊണ്ടുവന്ന് ഞാനൊന്ന് പിടിച്ചപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ആ കൊച്ചിൻ്റെ കൈ ശരിയായി. അതെന്തായാലും മനസ്സിലായോ, 2 മിനിറ്റ് ശരിയാക്കി. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, തങ്കച്ചൻ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ല, പകരം അങ്ങയോടൊപ്പം വർക്ക് ചെയ്യാൻ നിരവധി ഡോക്ടർമാരും ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? അങ്ങയുടെ കീഴിലും വർക്ക് ചെയ്യാൻ? അതെ, എൻ്റെ കീഴിലല്ല, ഞാൻ അവരെ എൻ്റെ ഒപ്പമാക്കുവാണ്. അല്ല, അങ്ങയുടെ അനുഭവ പരിചയം അങ്ങിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കും അവർക്ക്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ 140 വർഷത്തോളം അവിടെ ഏകദേശം ഇപ്പം 140 വർഷമായിട്ട് സ്ഥാപിതമായ വലിയ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രണ്ട് തോളിന് ഒരു സ്പോണ്ടിലോസിസ് ആയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ അരികെ വന്നു. അവിടെ അനിയത്തി എൻ്റെ അരികെ വന്ന് സുഖപ്പെട്ടായിരുന്നു, അതേ സെയിം രോഗം. അവരെൻ്റെ അരികെ വന്നു, 15 ദിവസം കൊണ്ട് അത് സുഖപ്പെട്ടു. അവർ ഓപ്പറേഷൻ തീരുമാനിച്ചാണ്. രണ്ടാമതൊരു 20 വർഷത്തോളം ഏകദേശം ആയപ്പോൾ ഈ കൊറോണ ടൈമിൽ അവർ തന്നെ അതേ സിസ്റ്റർ തന്നെ എൻ്റെ അരികെ വരികയും നട്ടെല്ലിന് ഓപ്പറേഷൻ വേണമെന്നൊക്കെ വിധി ചെയ്തതാണ്. സിസ്റ്റർ അവിടെ വന്നു, 1.5 മണിക്കൂർ കൊണ്ട് നടത്തി. സിസ്റ്റർ വളരെ സന്തോഷത്തിൽ പോയി. ഇന്ന് വരെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അനേകം ആളുകൾ എല്ലാ മേഖലയിലുള്ളവർ വരുന്നു, അവർ സുഖപ്പെടുന്നു പോകുന്നു. ഇതൊക്കെ പറയുമ്പോഴും അലോപ്പതി ഡോക്ടർമാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വ്യാജ ചികിത്സ നൽകുന്നു അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ചികിത്സ നൽകുന്നു. ഇതൊക്കെ ഒരു തിരിച്ചടിയല്ലേ? ഇതിനെ എങ്ങനെയാണ്? തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ കാലത്ത് ഏകദേശം 25 വർഷം അല്ലെ 30 വർഷത്തിന് മുമ്പ് 125 വയസ്സ് വരെ 115 വയസ്സ് വരെ പ്രായമുള്ളവരും 14ഉം 15ഉം കുട്ടികളുള്ള കാരണന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവർ ഭക്ഷിച്ചിരുന്ന ഭക്ഷണം, അവർ കഴിച്ചിരുന്നത് ഏത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് കഴിച്ചിരുന്നത്? ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ? ദൈവം സൃഷ്ടിച്ച ഈ എല്ലാ ചെടികളിലും മനുഷ്യന് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട്. ഉദാഹരണം, നമുക്ക് ആർക്കും വേണ്ടാത്തൊരു പുല്ലില്ലേ, നമ്മൾ കുറേ പുല്ല് വഴി സൈഡിൽ ഇതെല്ലാം പുല്ലാന്ന് പറയും. ആ പുല്ല് നമ്മൾ അവിടുന്ന് ചെത്തി കെട്ടി പശുവിന് കൊണ്ട് കൊടുക്കും. നേരം വെളുക്കുമ്പോൾ 6 മണിക്ക് പുല്ല് കൊടുത്തല്ലേ 3 മണിക്ക് പുല്ല് കൊടുത്ത് നേരം വെളുത്ത പശുവിനെ കറക്കുമ്പോൾ കിട്ടുന്നത് 20ലേറെ മൂലകങ്ങളുള്ള പാലല്ലേ കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം. അതായത് പ്രപഞ്ചത്തിലെ സസ്യങ്ങൾ വെച്ച് നമ്മൾ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് മാത്രമാണ് പഠിക്കേണ്ടത്, പാരമ്പര്യത്തിലുള്ളത്. അങ്ങനെ ഭക്ഷണമാണ് ഏറ്റവും നല്ല ഔഷധം എന്നുള്ളതാണ്. അതെ, കൃത്യമായിട്ട് വിഷമില്ലാത്ത മായമില്ലാത്ത നല്ല ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ല രോഗത്തിനുള്ള പ്രതിവിധി. അതാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത്. അത് തന്നെ. അതിലൊരിക്കലും അലോപ്പതി ഡോക്ടർമാർക്ക് അതിൽ തിരിച്ചഭിപ്രായം പറയാനില്ല. കാരണം അവരെല്ലാവരും വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഓപ്പറേഷൻ വേണ്ട കാര്യത്തിന് ഓപ്പറേഷൻ ചെയ്യുക, സഡൻ ആക്സിഡന്റ് ഉണ്ടായി നമ്മൾ അലോപ്പതി ആശ്രയിക്കുക, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യണം. ഒരു ചികിത്സയും മോശമല്ല. ക്യാൻസറിന്റെ എത്രാമത്തെ സ്റ്റേജിലാണ് അങ്ങേ സമീപിക്കാൻ കഴിയുക? ക്യാൻസറിന്റെ സ്റ്റേജിലല്ല, മരണത്തിന്റെ സ്റ്റേജിലാണ് വരുന്നത്. അതാണ് ശരി. അതായത് 4th സ്റ്റേജ് കഴിഞ്ഞാൽ ക്യാൻസർ വേഴ്സ്റ്റ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇനി രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേജ് എന്നാണ് സാധാരണ പറയപ്പെടുന്നത്. ആ സ്റ്റേജിൽ പോലും അങ്ങ് രക്ഷിക്കുമെന്നുള്ളതാണ്. അതാണല്ലോ ഞാനിപ്പോ കാണിച്ചത് മറ്റേ കാർത്തിക്കിന്റെ. ഞാൻ പറഞ്ഞ കോട്ടയം ജില്ലയിലെ പിന്നെ നമ്മുടെ ഒരു കുട്ടിയുടെ ഞാൻ കണ്ടിരുന്നു, ഞാനത് ഇതിൽ കാണിച്ചോളാം. കോട്ടയം ജില്ലയിലെ നമ്മുടെ പിന്നെ 11 വയസ്സുകാരൻ. 11 വയസ്സുകാരൻ
8 വയസ്സ് മുതൽ RCCയിൽ ചികിത്സിച്ചതാണ്. അന്നെടുത്ത് അനുവ് ഞാനത് കാണിച്ചോളാം. 8 വയസ്സ് മുതൽ RCCയിൽ ചികിത്സിച്ച് അവസാനം RCC വീട്ടിൽ കൊണ്ടുപോയി കൊച്ചൊന്നും ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടിയുടെ ബന്ധു എൻ്റെ അരികെ വന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. കുട്ടിക്ക് ഇപ്പം 10-11 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ 2 സ്പൂൺ വീതം മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ വിട്ട് 2 സ്പൂൺ വീതം മരുന്ന് കൊടുത്തു. അരമണിക്കൂർ ഇടവിട്ട് ഈ കൊച്ചിന് അബോധാവസ്ഥയുള്ള കൊച്ചിന് 2 മണിക്കൂർ ഇത് ഗ്ലയോബ്ലാസ്റ്റോമിയല്ലേ മരുന്ന് കൊടുത്തു. ആ കുട്ടി 5-ാമത്തെ ദിവസം എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു. ആ കുട്ടീന്ന് 120 ദിവസമായിട്ടില്ല. അതിനിടയ്ക്ക് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി റിപ്പോർട്ട് എടുത്ത് ആ കുട്ടിക്ക് ഗ്ലയോബ്ലാസ്റ്റോമി ഇല്ല. ആ കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോകും. ആ കുട്ടിയാണ് ഇന്നലെ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. കുട്ടിയെ നേരിട്ട് ഇന്നുവരെ കുട്ടിയെ കണ്ടിട്ടില്ല. കുട്ടിയുടെ ഫോട്ടോയും എല്ലാം ഇപ്പോൾ അയച്ചു തന്നിട്ടുണ്ട്, റിപ്പോർട്ടും കണ്ടു. അതെ, നമ്മളിതിൽ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഗ്ലയോബ്ലാസ്റ്റോം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വേസ്റ്റ് സിറ്റുവേഷൻ ഞാൻ കാണാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ മരുന്ന് കഴിച്ച് സുഖപ്പെട്ടവരുണ്ട്. അതാണ് സത്യം. പക്ഷെ ഇവരാണ് ധീരമായിട്ട് ഇപ്പം ഇന്ന് ഇത് പറയാനും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ വന്നത്. ഇവരോട് ഞാനിവരോട് പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ മറ്റൊരാളോട് രക്ഷപ്പെടും. ഇത് കാരണം ആർക്കെങ്കിലും മരണം സംഭവിക്കുകയോ ഈ ഒരു ചികിത്സ കാരണം എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഇന്നുവരെയും നമ്മുടെ ഈ പച്ചമരുന്ന് കൊടുത്തിട്ട് ഇന്ന് വരെ ആർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ചിലപ്പോൾ കഫക്കെട്ട് കൂടും, ശ്വാസം മുട്ട് കൂടും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുക്കും, അടുത്ത് മേടിക്കാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരത് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു കൊടുക്കും. മുമ്പേ മാഡത്തിനോട് പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി ഒന്നും ചെയ്യാൻ മേലെ ആളിനോട്, അതാ നമ്മൾ ലീല അല്ലേ പറഞ്ഞേ. ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ജീരകവും ഇഞ്ചിയും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറഞ്ഞു. അത് കുടിച്ചപ്പോൾ 6 വർഷം ചികിത്സിച്ചത് കാര്യം 1 പ്രാവശ്യം കൊണ്ട് പോയില്ലേ. അതിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം, അതൊരു മഹാമാരി എന്ന് പറയുന്ന തരത്തിൽ മഹാരോഗത്തെ ഇത്ര സിമ്പിളായി സമീപിക്കുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗകരമായ ഒരു വ്യക്തിയാണ് അല്ലേ. ഇതിനെ എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, ഇപ്പോഴും തോന്നുന്നു ജനങ്ങൾക്കിടയിൽ കുറെ വിഭാഗം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ആയുർവേദത്തിനെ പറ്റിയും നാട്ടുവൈദ്യത്തിനെ പറ്റിയൊക്കെ തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട്. ഇപ്പോഴും തീർച്ചയായും കുറച്ചുകൂടെ ഒരു ബോധവൽക്കരണവും അറിവും ജനങ്ങളിലേക്ക് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിച്ച തെറ്റിദ്ധാരണകളുണ്ട് എന്ന് പറയേണ്ടി വരും അല്ലെ. കുറെയൊക്കെ നോക്കിയാണ് നമ്മളത് പറയുന്നില്ല. മരുന്ന് മാഫിയകളുടെ ബിസിനസ് നടക്കാൻ വേണ്ടി പലരും പ്രചരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇതിനിപ്പോൾ എന്ത് വിമർശനം വന്നാലും അർബുദ രോഗയ്ക്ക് 1-2 പേരല്ല, നിരവധി പേർ ഒരേ സ്വരത്തിൽ ഇത് ചികിത്സയിൽ ഇത് ഫലപ്രാപ്തിയിലെത്തി എന്ന് ഉറച്ചു പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇന്നിവിടുത്തെ ഈ ദിവസത്തിന്റെ ഇവിടെ ഒരു ഇത് ഹരിതാമൃതം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതും നമുക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകാൻ വന്നതും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ്. അവരുടെ അനുഭവം അത്രത്തോളം വളരെ ഇന്റൻസിറ്റി അതിലുള്ളത് കൊണ്ടാണല്ലേ അവർ ഇത്രയും വന്നത്. നേരിട്ട് കേട്ട് നേരിട്ട് കണ്ട് അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. തീർച്ചയായും ഞങ്ങളിത് വെറുതെ ഒരു ദിവസം വന്ന് ഉടനെ കൊടുത്തതല്ല. പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി, പലരെ വിളിച്ചന്വേഷിച്ച് ഇതിന്റെ ഡോക്ടർമാർ പോലും, ഇവിടെ വർക്ക് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർ പോലും ഉണ്ട്, അവരും കൂടെ പറഞ്ഞ് ഇതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പലതവണ ഞങ്ങൾ തങ്കച്ചൻ വൈദ്യരെ ക്രോസ് ചോദ്യം കൂടെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പോലും തീരുമാനിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മാരകമായ ഒരു രോഗത്തിനെ പ്രതിരോധിക്കാൻ ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ട ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ജനങ്ങളിലേക്ക് എത്തിക്കുക, അതെ, അത് വലിയ കാര്യം തന്നെയാണ്. അതിലൊരിക്കലും ഒരു മരണം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു റിയാക്ഷൻസും ഉണ്ടാകുന്നില്ല. പാരമ്പര്യ വൈദ്യം ഇന്ത്യയിലോ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടില്ല. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഇത് കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്നത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, പാരമ്പര്യ വൈദ്യത്തെയും ആയുർവേദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഇത് കൂടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമായി തന്നെ കാണുന്നു. അപ്പോൾ എന്തായിരുന്നാലും തങ്കച്ചൻ വൈദ്യർക്ക് എത്രയും സ്നേഹത്തോടെ ഇത്രയും പേരുടെ ജീവൻ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഇനിയും നിരവധി പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, അദ്ദേഹം മരിച്ചുപോയി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി റിപ്പോർട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ ഈ ഒരു അനുഭവ സാക്ഷി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മോഹൻ വൈദ്യരെ ബന്ധപ്പെടാനുള്ള നമ്പറും കാസർഗോട്ടാണ് ഇവരുടെ ആശ്രമം വരിക, ഇത് ചികിത്സാ കേന്ദ്രം വരിക. അത് വീഡിയോടൊപ്പം
തീർച്ചയായും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോടൊപ്പം തന്നെ കൊടുത്തിരിക്കും. എന്താണ് രോഗികളെ ഡോക്ടർമാർ, അലോപ്പതി ഡോക്ടർമാർ കൈവെടിഞ്ഞ രോഗികൾ പോലും ഇവിടെ വന്ന് അത്ഭുതകരമായ അല്ലെ നമ്മളിപ്പോഴും പറയുന്നു, നേരിട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിനു ശേഷം മാത്രം ചികിത്സ തുടരുക, അല്ലെങ്കിൽ ചികിത്സയ്ക്കായി സമീപിക്കുക, പലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുക. ഇത് ഒരു വിവരം അറിയിക്കുന്നു എന്നുള്ളതാണ് അല്ലെ, പ്രധാനമായി പ്രാഥമികമായ ഒരു വിവരം അറിയിക്കുന്നു എന്നുള്ളതാണ്. പങ്കുവെച്ചു എന്നുള്ളതാണ് ഫോക്കസ് ന്യൂസ് ടി വി ഇന്ന് പ്രധാനമായി ലക്ഷ്യമിട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വടകരയിലാണ്. വടകരയിൽ നിന്നും ക്യാമറമാൻ അനൂപ് ഗോപിക്കൊപ്പം മാർലി വർഗീസ് പോളും ജയശങ്കറും. നന്ദി.